സമഗ്രമായ വികസനം, ഒരു ടോട്ടാലിറ്റി ഉണ്ടാക്കിയെടുത്ത വാർഡുകളിലൊന്നാണ് ഈ വാർഡ്. അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും, ഒരു സ്വീകാര്യത ഉണ്ടാവും, അത്ര നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ഇരുന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വോട്ടർമാരും അവരൊരു പ്രതിഷേധം അറിയിക്കുന്നൊരു രീതി എൻ്റെ ജീവിതത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ സമഗ്രമായ ഒരു വികസന പ്രക്രിയ ഈ പഞ്ചായത്തിനകത്ത് നിലവിൽ നടത്താനും അതിന് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് കാണുന്നതും വലിയ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതും എന്നതുകൊണ്ട് തന്നെ തുടർഭരണം സംജാതമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഒരു കാലത്തും ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. നമസ്കാരം. സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്നുള്ളത് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പുറമത്ര സൗത്തിലാണ് ഇന്നുള്ളത്. പഞ്ചായത്തിൽ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് ഇവിടെ. ഈ വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി MM വിനോദ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. MM വിനോദ് കുമാർ നമുക്കറിയാം, CPMൻ്റെ മുൻനിര നേതാവാണ്. CPM ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമാണ്. നേരത്തെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച ആളാണ്. ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് തുടരുന്ന പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന ആളാണ് വിനോദേട്ടൻ. വിനോദേട്ടാ, എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? ഉഷാറായി നടക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള വാർഡാണ് ഈ 10ാം വാർഡ്. ഇവിടെ നിലവിലെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉൾപ്പെടെ ഉള്ള വാർഡാണ് ഈ വാർഡ്. അതുപോലെ തന്നെ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിജയിച്ച ഒരു വാർഡാണ് ഈ വാർഡ്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, സാധാരണ വാർഡുകളിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടം വരുന്ന സമയങ്ങളിൽ പൊതുവിലൊരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ രൂപപ്പെടുക സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പിൽ. എന്നാൽ അത്തരമൊരു ഒരു വിരുദ്ധ വികാരം പ്രകടമാക്കാത്ത വാർഡുകളിൽ ഒന്നാണ് ഈ വാർഡ്. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം നിലവിലുള്ള വാർഡ് മെമ്പറും ഭരണസമിതിയും ഈ വാർഡിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ലൈഫ് പദ്ധതിയുമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 31ലധികം വീടുകൾ ഈ വാർഡിലിപ്പോൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടി ആയിട്ടുണ്ട്. പലതും പൂർത്തീകരിക്കപ്പെട്ടു. ഇനി പൂർത്തീകരിക്കപ്പെടാനും കണ്ട് അഡ്വാൻസ് വാങ്ങിയ വീടുകൾ ഒരുപാട് ഉണ്ട്. അതുപോലെ തന്നെ MLAയുടെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സംഖ്യ, ഏറെക്കുറെ 75 ലക്ഷത്തോളം ഉറപ്പിക ചിലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ വില്ലത്തുപടി പുറമത്രയ്ക്കുള്ള റോഡ് നവീകരണം വളരെ മനോഹരമായ റോഡാക്കിയിട്ട് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമഗ്രമായ വികസനം, ഒരു ടോട്ടാലിറ്റി ഉണ്ടാക്കിയെടുത്ത വാർഡുകളിൽ ഒന്നാണ് ഈ വാർഡ്. അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും, ഒരു സ്വീകാര്യത ഉണ്ടാവും, അത്ര നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, ഈ നിലവിൽ ഈ വാർഡിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ അതേ വാർഡ് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ച വാർഡാണ് ഈ വാർഡ്. അതിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവാനുള്ളൊരു സാധ്യതയും അല്ലെങ്കിൽ അത്തരം ഒരു ചലനവും ഇതിനകത്തിപ്പോൾ പ്രകടമായിട്ടില്ല. ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവേ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ഉണ്ടാവും? കുലുക്കല്ലൂർ പറയുമ്പോൾ കുറച്ച് ഗ്രാമീണ പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ്? ഇല്ല, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രാധാന്യം. ഇവിടുത്തെ ബഹുജനങ്ങൾ മറ്റുള്ള ആളുകൾ തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൂർത്തീകരിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വികസന പ്രക്രിയയിലെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമാണത്. അപ്പോൾ അതൊക്കെ തന്നെ വിമർശനപരമായ ഒന്നും തന്നെ അതിനകത്തില്ല. ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ഏറെക്കുറെ എല്ലാ വീടുകളിലും ഇപ്പോൾ തന്നെ നമ്മുടെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായിട്ട് എത്തിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിന് പുതിയ പ്ലാന്റ് വരുന്നതോട് കൂടെ തന്നെ എല്ലാ ദിവസവും വെള്ളം യഥേഷ്ടം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പദ്ധതി ഇവിടെ മാറ്റപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല. പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ
അപ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ നമുക്ക് പ്രധാനപ്പെട്ട ലഭ്യമായ തൊഴിലുകൾ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞ വാർഡുകളിലൊന്നാണ് ഈ വാർഡ്. കാരണം 100 തൊഴിൽ ദിനങ്ങൾ കൊടുത്ത കുടുംബങ്ങൾ ഒട്ടേറെയുള്ള വാർഡുകളിലൊന്നാണ് ഈ വാർഡ്. അപ്പോൾ അതൊക്കെ ഒരു ഭാവനാപൂർണമായ വികസന കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അപ്പോൾ അത്തരമൊരു പദ്ധതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് അണിനിരത്തി നല്ലൊരു വികസന പ്രക്രിയ ഇവിടെ നടത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് ഈ കാര്യത്തിൽ ഉള്ളത്. മാത്രമല്ല രാഷ്ട്രീയത്തിനപ്പുറം ഒരു ഗ്രാമീണത തുളുമ്പുന്ന പ്രദേശവും അതിൻ്റെ ഒരു ഐക്യമുള്ള പ്രദേശമാണ് ഇവിടെ. ഇപ്പോൾ നമ്മുടെ വേലങ്ങളുടെയും പൂരങ്ങളുടെയൊക്കെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൂട്ടായ്മ രൂപപ്പെടുന്ന പ്രദേശമാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിമിതികളൊന്നും ഈ പ്രദേശത്ത് അത് പ്രകടിപ്പിക്കാറില്ല. നല്ല ഐക്യവും നല്ല ഒരു യോജിപ്പും ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഇടതുപക്ഷം ഇവിടെ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഈ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. തൊട്ടപ്പുറത്തെ വാർഡായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ദീർഘകാലമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാൾ തന്നെയാണ്. നാട്ടുകാരായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഉണ്ട്. ഞാൻ വളരെയധികം ആവേശം ഉണ്ടായൊരു വാർഡാണ് ഈ വാർഡ്. കാരണം ഞാൻ പ്രതീക്ഷയെക്കാട്ടിലും കൂടുതൽ ഞാൻ അറിയുന്ന ഇപ്പോൾ ഈ പോയ കക്ഷിയുടെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഈ ദീർഘകാലം ഈ മേഖലയുമായി ബന്ധമുള്ളതും പരിചയമുള്ളതുമായ ആളുകളാണ് ഉള്ളത്. അത് നമ്മൾ വീടുകൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നുണ്ട്. നമ്മളറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളറിയുന്ന ആളുകളാണ്. നിരവധി കണ്ടിട്ടുണ്ട്, നിരവധി യോഗകൾ നടത്തിയിട്ടുണ്ട്, നിരവധി കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ഫീൽഡ് വർക്കുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിചയമുള്ള ആളുകളാണ് ഈ വാർഡിലെ ഏറെക്കുറെ 90% അധികവും നേരത്തെ തന്നെ പരിചയമുള്ള. അപ്പോൾ ഇത് ചെല്ലുമ്പോൾ വലിയൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല എൻ്റെ ബ്ലോക്കിലേക്ക് പട്ടാമ്പി ബ്ലോക്ക് അഞ്ചധികം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വാർഡിൽ നിന്നാണ് നേരത്തെ. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നു വൈസ് പ്രസിഡൻ്റായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കുടിവെള്ള പദ്ധതി മറ്റുള്ള പരിപാടികളൊക്കെ തന്നെ പാർട്ടിയിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത് വളരെ ആവേശം. അപ്പോൾ അനുഭവങ്ങളും പരിചയവുമുള്ള ഒട്ടേറെ ആളുകളുള്ള വാർഡുകളാണ്. അതുകൊണ്ട് കഴിഞ്ഞകാല പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ആകെ തുക ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. CPM-നെ സംബന്ധിച്ച് സിറ്റിംഗ് വാർഡാണ്, അതുപോലെ തന്നെ സിറ്റിംഗ് പഞ്ചായത്തും കൂടിയാണ് ഈ തവണ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനും നേതൃത്വം നൽകി വരുന്ന ഒരാൾ കൂടിയാണ് വിനോദേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പ്രതീക്ഷ എങ്ങനെയാണ്? ഇത്തവണ ഭരണം കുലുക്കല്ലൂർ തുടർഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇടതു മുന്നണി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് ലഭ്യമായ പ്ലാനിംഗ് ഫണ്ട് 100% ചെലവഴിക്കപ്പെട്ട ഒരു കാലമാണ് പിന്നിട്ടും. പിന്നെ ഏറ്റവും മാതൃകാപരമായ പദ്ധതി ഒന്ന് പറഞ്ഞല്ലോ, സമഗ്രമായ കുടിവെള്ളം നടപ്പിലാക്കിയ പഞ്ചായത്താണ്. 510 പാർപ്പിടങ്ങൾ, 485 ലൈഫുകളും മറ്റേത് PMAY പദ്ധതി പ്രകാരം 510 വീടുകൾ ഈ വാർഡിനകത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ വിഭാഗം ആളുകളെ സഹായിക്കുന്ന ഒരു ബഡ്സ് സ്കൂൾ, അതുപോലെ തന്നെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന അവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പകൽ വീട് തുടങ്ങിയ പദ്ധതികളൊക്കെ ഈ പഞ്ചായത്തിനകത്ത് ഇപ്പം നിലവിൽ നടപ്പിലാക്കി. അതോടൊപ്പം പാശ്ചാത്തല മേഖലയിൽ 76 കിലോമീറ്റർ റോഡ് ഈ പഞ്ചായത്തിനകത്ത് നവീകരിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് പറഞ്ഞാൽ 72 കിലോമീറ്റർ ദൈർഘ്യമാണ് പൈപ്പ് ഇട്ടുകൊടുത്ത് കുടിവെള്ള പദ്ധതികൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ സമഗ്രമായ ഒരു വികസന പ്രക്രിയ ഈ പഞ്ചായത്തിനകത്ത് നിലവിൽ നടത്താനും അതിന് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നതും വലിയ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതും എന്നതുകൊണ്ട് തന്നെ തുടർഭരണം സംജാതമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വാർഡ് പറഞ്ഞല്ലോ, ഈ വാർഡ് ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർ റോഷ്നി ആണ് ഇപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ മെമ്പർ. അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ അവരുടെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ വാർഡിൻ്റെ ഏത് പ്രദേശത്ത് പോയാലും പ്രതികരണം. ഞങ്ങളിപ്പോൾ വരുന്ന ഒരു കക്ഷി ഞങ്ങളുടെ പ്രവർത്തകരെ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന മറുപടികളാണ് വോട്ടർമാർ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഈ വാർഡിൽ എങ്ങനെ ഇരുന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വോട്ടർമാരും അവരൊരു പ്രതിഷേധം അറിയിക്കുന്നൊരു രീതി എൻ്റെ ജീവിതത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ റോഡ് വിഷയം, പാലം വിഷയം, കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർഡാണ്. അങ്ങനെ ജനകീയമായ ഒരു നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്.
അതെ, നമ്മുടെ ഈ റോഡ് ഇപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഈ വാർഡിലെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം നവീകരിക്കപ്പെട്ട റോഡ് ഈ റോഡാണ്. ഫസ്റ്റിൽ ഒരു മാസത്തിനകം നവീകരിക്കപ്പെട്ട ഈ ഭാഗമാണ് ഈ റോഡ്. അതിനുശേഷം ഈ റോഡിൻ്റെ ഇപ്പോൾ വില്ലത്തുപടി ഭാഗമൊക്കെ പറയുന്നത് വളരെ തകർന്ന് കിടന്ന കിഴക്കമ്പുറം വീടുതറയിൽ നിന്ന് കയറി വരുന്ന റോഡൊക്കെ. അവിടെ വലിയ സംഖ്യ ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് നടപ്പിലാക്കിയത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വാർഡിനകത്ത് 3 ഹൈമാസ് ലിസ്റ്റ് MLA വെച്ചു. ഇപ്പോൾ ഒരെണ്ണം കിഴക്കന്തല എന്ന പ്രദേശത്ത് ഇപ്പോൾ പ്ലാറ്റ്ഫോം തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ വില്ലത്തുപടിയും അതുപോലെ തന്നെ കിഴക്കന്തലയും നേരത്തെ പിന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ലൈറ്റുകൾ ഈ വാർഡിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ MLAയുടെയും സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപനം നടത്തിക്കൊണ്ടുള്ള വികസന നയമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് വളരെ സ്വീകാര്യത ഉണ്ടാക്കിയ കാര്യമാണ്. ഈ വാർഡിൻ്റെ ചരിത്രത്തിൽ 75 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നതൊരു ചരിത്രമാണ്, റെക്കോർഡാണ്. ഇന്നവരങ്ങനെ ഇത്രയും വലിയൊരു വികസന പ്രക്രിയ നടത്തിയിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ശക്തമായ ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്തരമൊരു ഇതിലേക്ക് പോയിട്ടില്ല. സ്ഥാനാർത്ഥികൾ 4 പേരുണ്ട്, 3 മുന്നണികളുടെ പ്രതിനിധികളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ ഫൈറ്റ് എന്ന നിലയ്ക്കുള്ള പ്രചരണങ്ങളും പരിപാടികളും ഏറ്റെടുത്തുകൊണ്ട് വരുന്നതിൽ വിമുഖത കാണിക്കുന്നത്. ഇടതുപക്ഷം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, സർക്കാരിൻ്റെ വികസനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ തമസ്കരിച്ചുകൊണ്ട് മറ്റ് ചില പ്രവർത്തികളും കുപ്രചരണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന രീതിയാണ് മറ്റു പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഒരു കാലത്തും ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അവർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തള്ളിക്കളയും. രാഷ്ട്രീയം പരമപ്രധാനമാണ്, രാഷ്ട്ര സേവനമാണ്, ജനങ്ങളെ സേവിക്കലാണ്. ആ ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. വികസന കാര്യങ്ങൾ തന്നെയാണ് ചർച്ച. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് വികസന നയങ്ങളും അത് ഇനിയും നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ വീടുകൾ കയറി ചെല്ലുമ്പോൾ പിന്നെ സ്ത്രീ സുരക്ഷ പദ്ധതി 36 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് പുതിയ സർക്കാരിൻ്റെ നയം സ്ത്രീ സുരക്ഷാ പദ്ധതി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ വളരെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത്, പെൻഷൻ വർദ്ധിപ്പിച്ചത് വലിയ പ്രതികരണമാണ്. നാട്ടിലെ പെൻഷൻ ഇപ്പോൾ അത് പെൻഷൻ വിതരണം ചെയ്യുന്ന ഏജൻറ്റ് ഞങ്ങളുടെ ഒപ്പക്കൂട്ടത്തിലുണ്ട്. ആ ഏജൻറ്റിനെ കുറിച്ച് ഞങ്ങളുടെ പെൻഷൻ ഇത്ര കൃത്യമായി ഇവിടെ എത്തിച്ചു തരുന്നു, ഇപ്പോൾ 2000 രൂപ കൂട്ടി ഞങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വളരെ ആവേശത്തോടു കൂടി പറയുന്ന പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. അവർ പലരും നേരത്തെ ഏത് രാഷ്ട്രീയം എന്തെന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഗവൺമെൻറ്റിനെയും അതിൻ്റെ പ്രതിനിധികളായ ഞങ്ങളെയും ഒക്കെ കാണുന്നത്. ഇതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ അടിത്തറ. പൂർണ്ണമായ ആത്മവിശ്വാസത്തിൻ്റെ അതെ, ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രചരണ പ്രവർത്തനം നടത്തുന്നതും. ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല, ഞങ്ങൾ ജനങ്ങളെയും കൈവിടില്ല. അതെന്തായാലും പുലുക്കല്ലൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് പുറമത്ര സൗത്തിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥി M. വിനോദ് കുമാറാണ് നമ്മുടെ പഞ്ചായത്ത്. അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സർക്കാരിൻ്റെയും കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇത്തവണയും വോട്ടായി മാറും. പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി നിലനിർത്തും. വാർഡിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് M. വിനോദ് കുമാർ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. വീടുകൾ കയറിയുള്ള ആദ്യഘട്ട 2ാം ഘട്ട പ്രചരണമൊക്കെ നടന്നു. സ്ക്വാഡ് വർക്കുകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണമാണ്. എന്തായാലും താങ്ക് യു വിനോദ്. താങ്ക് യു.